ചേട്ടാ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരമറിയാലോ വളരെ ടൈറ്റാണ്. കഴിഞ്ഞ തവണ തന്നെ ഈ 3000-ലധികം വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ SDPI കോൺഗ്രസിനെ സഹായിക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് BJP-യിലും തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ചില ലഘുലേഖകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പഴയ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെയും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വെച്ചായിരുന്നു ഈ SDPI പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ചില ലഘുലേഖകൾ പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ BJP ആരോപിക്കുന്നത് ഈ ആരാധനാലയങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തി വരുന്നവർക്ക് ഈ ലേഖകൾ വിതരണം ചെയ്തതായി BJP ആരോപിച്ചു. ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവിടെയുള്ള CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിയാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതെന്താണ് ആ ആരോപണങ്ങൾ? പാർട്ടി ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലേക്കുള്ള ഒരു പ്രചരണമാണ് ഇവിടെ, വർഗീയ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം കോൺഗ്രസ് ഒരിക്കലും BJP-യെ കുറ്റം പറയുന്ന കോൺഗ്രസ് ഏറ്റവും നീചമായ രീതിയിൽ അല്ലെങ്കിൽ വർഗീയമായ രീതിയിൽ, അതായത് ഓരോ വീടുകളിലും ചെന്നിട്ട് വർഗീയത പറഞ്ഞ് മുസ്ലിം വീടുകളിൽ ചെന്ന് SDPI-ക്കാർ ഖുറാനെ പിടിച്ച് സത്യം ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച കാര്യം വളരെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ള വീടുകളും വളരെ കൃത്യമായിട്ട് അവർക്കറിയാം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഖുറാൻ പോലെ വിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും മതവും അല്ലെങ്കിൽ ഖുറാനും ഭഗവത്ഗീതയും ഭാഗവതവും തമ്മിലൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ആരർഹനാണോ ആ അർഹതയുള്ളവനെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുക, വർഗീയമായിട്ട് നമ്മളെല്ലാം കൂടെ ഒന്നായിട്ട് നിന്നിട്ട് BJP-യെ തോൽപ്പിക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലുടനീളം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലുടനീളം സംഭവിക്കുന്നു. ഇതുതന്നെയാണ് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഏറ്റവും തമാശ. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് പിണറായി വിജയൻ എന്താണോ ഇവിടെ നടപ്പിലാക്കുന്നത് ആ രീതി തന്നെയാണല്ലോ ഇത്. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഈ സംഘടിതമായ വോട്ടിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയനെ ശ്രമിച്ചു. അത് പിണറായിയുടെ പാർട്ടിക്കും അല്ലെങ്കിൽ CPM-നും അത് എത്രത്തോളം അപകടം ഉണ്ടാക്കി എന്നുള്ള കാര്യം ഇപ്പം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരിതിനെയെല്ലാം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് വളരെ നേരത്തെ വേണം. കാരണം ഓരോ ഐഡിയോളജിക്കും ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജിയും ആ ഐഡിയോളജി പൊക്കിപ്പിടിക്കാതെ വരിക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഒരു സമയത്തിലോ കുറേ വോട്ട് കിട്ടുകയും സീറ്റ് കിട്ടുകയും ചെയ്യുമ്പോൾ ആ ഐഡിയോളജിയോട് സമമായിട്ട് നമ്മുടെ ഐഡിയോളജിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഐഡിയോളജി നശിച്ചു പോകും. അവനോണ്ട് ഐഡിയോളജി തന്നെയാണ് ശരിയെന്ന് വീണ്ടും ആൾക്കാരെ ബോധ്യപ്പെടുത്തി അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് അതിൽ തിരിച്ചുവരവ് നടത്തുന്നതായിരിക്കുന്നത്. ഇപ്പം കഷ്ടം. അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിലേക്ക് ജനം ഉറ്റുനോക്കി അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ അവനവൻ്റെ തീരുമാനം അതിന് സമാനമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കാലാകാലങ്ങളായിട്ട് ന്യൂനപക്ഷം നിൽക്കുന്നു. ആ ന്യൂനപക്ഷത്തെ ഇങ്ങോട്ട് വരുത്തുന്നതിന് വേണ്ടി സ്വന്തം ഐഡിയോളജി മാറ്റി അവരുടെ ഐഡിയോളജിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചതുകൊണ്ടാണ് ഈ ഐഡിയോളജിയുമായിട്ട് ഇതിനകത്ത് നിന്ന ആൾക്കാർ അല്ലെങ്കിൽ CPM-കാർ ആ ഐഡിയോളജിക്ക് അത് കോട്ടം വന്നു. അതുകൊണ്ട് അതിനകത്ത് ഇനി നിൽക്കേണ്ടതായിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് അവർ മാറിപ്പോകുന്നു. അപ്പോൾ രണ്ട് രീതിയിലും അതാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പം അതൊക്കെ മാറ്റിയിട്ട് ഒരുപക്ഷെ ഈ വർഗീയ ധ്രുവീകരണത്തിന് എതിരെ നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള വോട്ടൊന്നും വേണ്ട, ഇതാണ് അപ്പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നതിനും കൂടിയായിരിക്കും ജില്ലാ സെക്രട്ടറി ശ്രമിച്ചത്. അല്ലെങ്കിൽ അത് അവരുടെ അവസരോചിതമായിട്ടുള്ള ഒരു പറച്ചിലായിട്ടും അതെങ്ങനെ വേണമെങ്കിലും ആൾക്കാർ വ്യാഖ്യാനിക്കട്ടെ. ഏതായാലും മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ PFI-കാരുടെ കാര്യം നമുക്കറിയാമല്ലോ. ഈ നാട്ടിൽ തീവ്രവാദ സ്വഭാവത്തോടുകൂടി ആൾക്കാരെ വാർത്തെടുത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക വിഭാഗത്തെ വാർത്തെടുക്കുകയും ബാക്കിയുള്ള വിഭാഗങ്ങളെ എല്ലാം കൊന്നൊടുക്കണം എന്ന് തന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മുദ്രാവാക്യവും അതിനോടനുബന്ധിച്ച് ആൾക്കാരെ ഇവിടെ രാജ്യത്തിന് ദ്രോഹമായിട്ടുള്ളവരാണെന്നും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണെന്നും രാജ്യവിരുദ്ധ ശക്തികളുമാണെന്നും ഒക്കെ കണ്ടാണല്ലോ ഇനിയിപ്പോൾ നിരോധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെ SDPI. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളവരും കേസിൽ പെട്ടിട്ടുള്ളവരൊക്കെ പ്രധാനപ്പെട്ട പ്രതികളാണ്. വീണ്ടും അന്വേഷണം നടത്തി പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്ത്രപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികളായിട്ടേ വരുന്നുള്ളൂ. അവർ ഉരുത്തിരിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്.
നിസ്സാരമായിട്ടുള്ള ആൾക്കാരല്ലേ. ഏതായാലും കുറച്ച് പേരെ അവരവരുടെ ഇതിൻ്റെ ഭാഗമാക്കി ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ SDP എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ PFI ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എടുത്താൽ ആ പാർട്ടി തന്നെ നിരോധിക്കാൻ വേണ്ടിയുള്ള പുതിയ നിയമമുണ്ട്. അങ്ങനത്തെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ PFIക്കാരനാണ് ഒരാൾ, അയാളെ വേറെ CPM-നകത്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ കൂടെ പാർട്ടിയെ ബാധിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ ഇതത്തെ രജിസ്ട്രേഷനെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഒളിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ SDP എന്ന് പറഞ്ഞാൽ PFIയുടെ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുന്നതിന് ഒരു സംഘടനയെ നിരോധിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ ആ നൂലാമാലകൾ കൊണ്ട് മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. കാരണം ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന് വേണ്ടിയും അത് മുദ്രാവാക്യമാക്കി ഏറ്റെടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് SDP. അവരിപ്പോൾ ഈ ഖുറാൻ അവരിപ്പോൾ അവിടെ BJP തോൽപ്പിക്കണമെന്നുള്ളതുണ്ട്. BJP രാജ്യവിരുദ്ധ അവരുടെ രാഷ്ട്രീയം അവർ പറയുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അവർ പറയും, BJP രാഷ്ട്രീയം ജനമെല്ലാം മതേതര ജനാധിപത്യ രാജ്യമാണെങ്കിൽ വോട്ട് ചെയ്യണമെന്നാണ്. അതെ ഖുറാനെ കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണം, അപ്പുറത്തെ BJP ജയിപ്പിക്കാൻ പാടില്ല. BJP ജയിപ്പിക്കേണ്ടെന്ന് പറയുന്നത് ഈ 3 പാർട്ടിക്കാരും ജനങ്ങൾക്കിടയിൽ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അവരുടെ രാഷ്ട്രീയം പറയുമ്പോൾ ആ 3 പാർട്ടിയിൽ ഏത് രാഷ്ട്രീയത്തിനോടാണ് കൂടുതൽ താല്പര്യം, കൂടുതൽ ആൾക്കാർ കാണിക്കുന്നത്, അത് വോട്ടായിട്ടല്ലേ വന്ന് ആൾ ജയിക്കും. അതിന് പകരം അവിടെ BJP ജയിക്കാൻ പാടില്ല, BJP ഇന്ത്യയിൽ വർഗീയത ഉണ്ടാക്കുന്ന പാർട്ടിയാണ്, അല്ലെ അവർ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, നമ്മൾക്ക് അവർ ശത്രുക്കളാണ്, ഈ രീതിയിൽ പ്രചരണം നടത്തുകയും അതിനുവേണ്ടി ഒരു വിഭാഗം ഏറ്റവും വലുതായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവരുടെ പുണ്യ ഗ്രന്ഥമായിട്ട് കാണുന്ന ഖുറാനെ കൊണ്ടുവന്ന്, അപ്പം ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം നിങ്ങൾ വോട്ട് ചെയ്യുമോ? ഞങ്ങൾ വോട്ട് ചെയ്തേക്കാം. അപ്പം ആര് വന്നാലും നമ്മൾ പറയത്തില്ല 3 സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ തോന്നും. നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കാണെങ്കിൽ വോട്ട് ചെയ്യുന്നത്. അപ്പം ആ വോട്ട് ചെയ്യുന്ന കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ അടുത്ത് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭീകര സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ. അപ്പം ഇവർ പറയും എന്നാൽ ഇതിനെ പിടിച്ചും സത്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ രണ്ടർത്ഥമായല്ലോ. സത്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യത്തില്ലെന്നുള്ള അർത്ഥത്തിൽ തന്നെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അവർ പേടിച്ച് ചിലപ്പം ഇതിനെ പിടിച്ച് സത്യം ചെയ്യുകയും അതിനോടുള്ള ഭയം കൊണ്ട് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതേ രീതിയിലുള്ള രാഷ്ട്രീയം, ഇത് അപകടകരമായ രാഷ്ട്രീയമാണ്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അപകടകരമായ രാഷ്ട്രീയമാണ്. അത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് വീണ്ടും പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് മതത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ വീക്ക്നെസ്സിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള രീതിയിലേക്ക് SDP പോകുന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞ് നിർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയും അതിൻ്റെ ഏത് രീതിയിൽ നിരോധിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ നിരോധിച്ചു പോയില്ലെങ്കിൽ ഈ PFI പോലുള്ള സംഘടനകളെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളെ നിരോധിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഫലം ഒരുപക്ഷെ ഉണ്ടായില്ലെന്ന് വരാം. കാരണം ഈ SDP വെച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതിയല്ലോ. SDP വെച്ചിട്ട് ഈ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് പാസ്സാക്കാമല്ലോ. അതുകൊണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ട് ഇടപാടല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഇലക്ഷൻ്റെ കാര്യത്തിന് പിന്നാലെ SDP ഒരു വാർത്താ സമ്മേളനം, അവരൊരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിളിച്ചിരുന്നു. അപ്പോൾ അവർ എണ്ണി പറയുകയാണ്, ഈ പാലക്കാട് UDF-ന് പിന്തുണ നൽകി, നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ നൽകി, മഞ്ചേശ്വരത്ത് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ BJPക്ക് വിജയസാധ്യതയുണ്ട്, അതിനാലാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ മുസ്ലിം ലീഗിനെ സഹായിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ ഇരു മുന്നണികൾക്കും തങ്ങൾ സഹായം ചെയ്യുന്നതായി SDP ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞില്ലേ, അപ്പോൾ അവർ ഇവിടുത്തെ രാഷ്ട്രീയത്തിനെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറി എന്ന് ഡയറക്റ്റായിട്ട് പാർട്ടിക്കാരോടും പറയുന്നു, ജനങ്ങളോടും പറയുന്നു. ഞങ്ങൾ ഇത്രയും വലിയ ശക്തിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. പറഞ്ഞ മനസ്സിലായി. ഇതേ രീതിയിലുള്ള പല പ്രസ്താവനകളും നേരത്തെ PFIക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. PFIക്കാരൻ പലയിടത്തും യോഗങ്ങൾ കൂടുമ്പോൾ ഇന്ത്യയിലുടനീളം രാജ്യത്ത് 2047 അല്ലെങ്കിൽ ഇന്ത്യ പിടിക്കുന്ന രീതിയിൽ അവർ അന്ന് ഇന്ത്യ സൈനികമായ രീതിയിൽ അല്ലെങ്കിൽ മിലിറ്റൻ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് പിടിക്കുമെന്നോ അല്ലെങ്കിൽ കായിക ശക്തി ഉപയോഗിച്ച് പിടിക്കുമെന്നോ ഒന്നും അല്ല പറഞ്ഞില്ല. ഞങ്ങൾ ഇന്ന രീതിയിൽ പിടിക്കാൻ പറ്റും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും അല്ല, ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ശക്തിയുണ്ട്, എല്ലാ രീതിയിലും ശക്തിയുണ്ടെന്നുള്ള രീതി. ഇത് തന്നെ ഇപ്പോൾ SDP പറയുന്നേ. കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് SDP ആണ്. അവർ വിചാരിച്ചാൽ എല്ലായിടത്തും ഇത്ര വോട്ടുകളുണ്ട്, അവരുടെ വോട്ടുകൾ അവർ പറഞ്ഞാൽ ചെയ്യുന്നത് പോലെ നിൽക്കുന്ന മിലിറ്റൻ വിഭാഗത്തിലുള്ള വോട്ടുകളാണെന്ന് പറഞ്ഞു തീർക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് അവരുടെ ഭാഗമായിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കാൻ തുടങ്ങിയ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? അവരുടെ ഭാഗമായിട്ടും അവർ നിയന്ത്രിക്കുന്ന ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. അല്ല, കോൺഗ്രസ് SDP-യുടെ വോട്ട് എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ മേടിക്കും. കാരണം SDP PFI നിരോധനം എടുത്തു കളയാമെന്ന് വോട്ട് പിടിച്ച KC വേണുഗോപാൽ ലോക്സഭയിൽ അത് തെളിവ് തെളിവെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PFI നിരോധനം കളയാം, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പം
വെളിച്ചത്ത് പറയുന്നുള്ള ഏറ്റവും കൂടുതൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിക്കുന്ന പാർട്ടിയായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മാറി. അത് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗമായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോൾ മാറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ആണ് ഒരു വിഭാഗത്തെ മാത്രം സഹായിച്ചു കൊണ്ട് പോകുന്ന ഒരു രീതി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഇതുവരെ അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കേരളത്തിൽ അത് ഏറ്റവും തുറന്നു കാട്ടിയത് മുൻപം വിഷയമാണ്. മുൻപം വിഷയത്തിൽ ഇവർ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഇവർ മുൻപം വിഷയം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഇനിയും നാളെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറ്റന്നാൾ തൊട്ട് ലോക്സഭ ശീതകാല സമ്മേളനം, ആ സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. വഖഫിനെ ബില്ല് കൊണ്ടുവരുമ്പം കോൺഗ്രസിൻ്റെ നിലപാട്, രാഹുൽ ഗാന്ധിയുടെ നിലപാട്, ഇവരിപ്പം ജയിപ്പിച്ച് വിടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട്. അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇത് ഈ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് പല ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത് കൃത്യമായ വർഗീയ ധ്രുവീകരണം. അതിന് ഏറ്റവും കൂടുതൽ ആ വർഗീയ ധ്രുവീകരണം കൊണ്ട് ഈ SDP പോലുള്ള പാർട്ടിയുടെ ഫലം അനുഭവിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് അതിന് പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.